ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ നെതന്യാഹു ഇന്ന് ക്ലിയർ ആയിട്ട് യുദ്ധത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്, എന്താണ് അവരുടെ എയിം, അവരുടെ ഗോളുകളെല്ലാം തന്നെ അച്ചീവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ വെക്കാം. അതിന് മുമ്പ് തന്നെ എന്താണ് പുള്ളിക്കാരൻ പറയുന്നത് പറഞ്ഞാൽ, ഇറാൻ്റെ ബലിസ്റ്റിക് മിസൈലിൻ്റെ കപ്പാസിറ്റി ഡിഗോ ഗാർസിയയിലേക്ക് വരെ ആക്രമണം നടത്താൻ കപ്പാസിറ്റിയുള്ള 4000 കിലോമീറ്റർ റേഞ്ചിലുള്ള ബലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ്റെ പക്കലുണ്ട്. അതിന് തെളിവായി ഡിഗോ ഗാർസിയയിലേക്ക് മിസൈലുകൾ അയക്കാൻ ഇറാൻ എടുത്ത തീരുമാനം. ഈ തീരുമാനം ഇറാന് ഒരു നെഗറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ കയ്യിൽ 4000 കിലോമീറ്ററുകൾക്കപ്പുറം ഇന്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ, ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ അവരുടെ പക്കലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ഈ ഡിയാഗോ ഗാർസിയയിലേക്ക് ഇറാൻ മിസൈൽ അയച്ചതിനെ ഇറാൻ്റെ ഒരു വീക്ക് പോയിന്റ് ആയിട്ടും അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവർ പറഞ്ഞു വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. അതായത് ഇറാൻ്റെ പക്കൽ ഇത്തരത്തിലുള്ള ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ന്യൂക്ലിയർ ബോംബ് കണ്ടെത്തി കഴിഞ്ഞാൽ അത് യൂറോപ്പിൽ നിന്നല്ല, ഗ്ലോബലി എല്ലാ രാജ്യങ്ങൾക്കും അതൊരു ഭീഷണിയാണ്, ഒരു ടെറർ റെജീമാണ്. ഈ ടെറർ റെജീമിനെ താഴോട്ടിറക്കാനുള്ള പ്രയത്നമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എല്ലാ രാജ്യങ്ങളും പങ്കുചേരണം. ചില രാജ്യങ്ങളൊക്കെ ഇപ്പോൾ അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരുപാട് രാജ്യങ്ങളുടെ സപ്പോർട്ട് വേണം എന്നാണ് നെതന്യാഹു ഇതിനകത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, നമ്പർ 1. ഇനി ഇറാൻ്റെ പെർസ്പെക്റ്റീവിൽ ഇറാൻ തുരുതുരാ കുറേ കാലങ്ങൾ കൊണ്ടേ മിസൈലുകൾ അയക്കുന്നുണ്ട്. മിസൈലുകൾ എന്ന് പറഞ്ഞാൽ കയ്യും കണക്കില്ലാത്ത അത്രയും മിസൈലുകളാണ് അയക്കുന്നത്. അത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഇസ്രായേലിലേക്ക് ആയിക്കോട്ടെ. അങ്ങനെ ഒരു പാരലൽ വാറാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് അവർ ഉദ്ദേശിച്ചതുപോലെ ഒരു സക്സസ് റേറ്റ് അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇന്നലെ നടന്ന 2 മിസൈൽ ആക്രമണങ്ങൾ. ആ രണ്ടും സംഭവിച്ചത് ഡിമോന എന്ന് പറഞ്ഞ ഏരിയയെ ചുറ്റിപ്പറ്റിയാണ്. അറാദ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തും അതേപോലെ തന്നെ നെഗേവ് എന്ന് പറഞ്ഞ സ്ഥലം, ഈ 2 സ്ഥലങ്ങളിലും മിസൈലുകൾ പതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ഈ അപകടം വലിയ രീതിയിലുള്ള അപകടമാണ്. അതിലിപ്പോൾ ഇതുവരെ ഇപ്പം ഈവനിങ്, അതായത് ശനിയാഴ്ച ടു ഞായറാഴ്ച ആ രാത്രിയാണ് ഈ അറ്റാക്ക് സംഭവിക്കുന്നത്. ആ സംഭവിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ വീഡിയോ പ്രൈമറി ഫൂട്ടേജ് ആയിട്ട് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ആ സമയത്ത് ഡെത്ത് ടോൾ എത്രയാണ്, പിന്നെ എത്ര ഇഞ്ചുറി, ഇതൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വീഡിയോ പബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് രാവിലെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇഞ്ചുറിയുടെ പ്രോപ്പർ കണക്കുകൾ പുറത്തു വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയാണ് ഇഞ്ചുറി, കാഷ്വാലിറ്റി എന്നൊക്കെ ഉള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ കൃത്യമായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഏതാണ്ട് 20 പേരോളം കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇന്നലത്തെ ആക്രമണത്തിൽ. ഈ ഡിമോന ഏരിയയിൽ 2 സ്ഥലങ്ങളിൽ 2 റെസിഡൻഷ്യൽ ഏരിയകളിൽ മിസൈൽ ഹിറ്റ് ചെയ്തതിൽ 20 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. മൊത്തത്തിൽ ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിൽ 160ഓളം പേര് ഇന്നലത്തെ ഒറ്റ ദിവസത്തെ ആക്രമണത്തിൽ ഹോസ്പിറ്റലൈസ്ഡ് ആണ് ടോട്ടൽ. അപ്പോൾ ഈ വാർത്തയാണ് ഇപ്പം നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇറാന് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഇറാൻ കരുതുന്നത്. ഇറാൻ പറയുന്നത് ഇസ്രായേലിൻ്റെ എയർ സ്പേസ് ഞങ്ങളുടെ കൺട്രോളിലാണ് എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അവർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നമ്പർ 1. എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഇന്നലെ ഇറാൻ്റെ ഉള്ളിൽ ആക്രമണങ്ങൾ വളരെ കുറവായിരുന്നു. അതിന് കാരണം അമേരിക്ക പേടിച്ചു. അമേരിക്കയുടെ F-35 ഞങ്ങൾ ഹിറ്റ് ചെയ്തതുകൊണ്ട് അമേരിക്ക പേടിച്ചിട്ട് എയർ സ്ട്രൈക്ക് നടത്താൻ വരുന്നില്ല എന്നുള്ള ഒരു മോക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റും കൂടി ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. ട്രംപ് ആണെങ്കിൽ 48 അവേഴ്സ് ടൈം ലൈൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. 48 അവേഴ്സിൻ്റെ ഉള്ളിൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് തുറക്കണം, ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഓപ്പൺ ആവണം, സ്മൂത്ത് ആയിട്ട് ഓപ്പറേഷൻസ് നടക്കണം എന്നാണ് ട്രംപിൻ്റെ ഭീഷണി. ഇതിനെ തുടർന്ന് ഇറാൻ ആണെങ്കിൽ നിന്റെ ഭീഷണിയുടെ സ്വരത്തിലുള്ള ഒരു നിർദ്ദേശങ്ങളുടെ ആവശ്യം ഇവിടെ ഇല്ല, ഞങ്ങൾ അത് തുറക്കില്ല. ഇനി അതും കഴിഞ്ഞ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് 48 മണിക്കൂറിൽ തുറന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പവർ ഗ്രിഡ്, ഇറാൻ്റെ പവർ ഗ്രിഡ് അറ്റാക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പവർ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മാപ്പ് വെക്കുന്നുണ്ട്. ഇത്രയും സ്ഥലങ്ങളിലാണ് ഇറാൻ്റെ പവർ ഗ്രിഡ് ഉള്ളത്. ഇതിന് ഏറ്റവും മേജറായിട്ട് ഉള്ള പവർ ഗ്രിഡുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ ഒന്ന് കാസ്പിയൻ സീയുടെ അടുത്ത് കിടക്കുന്ന പവർ ഗ്രിഡ്, അതുപോലെ തന്നെ ഷിറാസ് മേഖലയിൽ കിടക്കുന്ന പവർ ഗ്രിഡ്, ബഷരീർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കിടക്കുന്ന പവർ ഗ്രിഡ്, ഇങ്ങനെ ഖമാവ റോഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് കിടക്കുന്ന പവർ ഗ്രിഡ്, വിവിധ സ്ഥലങ്ങളിലാണ് ഈ പവർ ഗ്രിഡുകൾ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഏതാണ്ട് 40 മില്യണോളം ഉപഭോക്താക്കളാണ്
ഇറാന്റെ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നത് ഇതുവരെ സോഫാർ. വിവിധ മേഖലകളിലൂടെയാണ് ഈ ഇലക്ട്രിസിറ്റി സമാഹരിച്ച് പവർ ഗ്രിഡിൽ അക്യുമുലേറ്റ് ചെയ്ത് ഈ സപ്ലൈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സാഹചര്യത്തിൽ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പവർ ഗ്രിഡുകളെ തൊട്ടാൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് പെർമനന്റ് ആയിട്ട് അടയ്ക്കും, ഒരാൾക്ക് പോലും അതിലെ കടന്നു പോകാൻ പറ്റില്ല എന്നുള്ള ഒരു ഭീഷണിയാണ് ഇറാൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് വളരെ വലിയൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇറാനെ കൃത്യമായിട്ടുള്ള ഭീകരവാദ രാഷ്ട്രമാണെന്നുള്ള ഒരു പിക്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട് നെതന്യാഹുവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. It'll end when we achieve our objectives. When we win, that's when it'll end. Thank you very much. We're done. Thank you. Well, it'll be, I think, reachable, within reach, and it will be a lot faster if the other countries of the world who now understand that Iran threatens everyone. It's firing on everyone in the Middle East. It could fire on everyone beyond the Middle East. If Iran develops intercontinental ballistic missiles, which it just fired on Diego Garcia, okay? They're now at 4,000 kilometers. Soon they'll cover all of Europe. Soon they'll get to the United States. If this deadly regime of religious zealots, who have the worst fanatics in the world, if they get nuclear weapons and the means to deliver them, everybody's in danger. It won't be just the price of oil. It'll be the price of millions and millions of lives. So it's time for the civilized world, it's time for the civilized countries to get behind President Trump and to join America and Israel in this battle for our future. How long? അതുപോലെ ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് ഇന്ത്യൻ സമയം 9 മണിയോടുകൂടി സെൻട്രൽ ഇസ്രായേൽ, ടെല്ലവീവ് ഈ ഭാഗങ്ങളിലൊക്കെ സൈറൻ മുഴങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരു മിസൈൽ വന്നിട്ട് റോഡിൽ തന്നെ പതിച്ചിട്ടുണ്ട്. നോ മോർ ഇഞ്ചുറീസ്. വൈകുന്നേരം വന്ന മിസൈലുകളിൽ വലിയ രീതിയിലുള്ള ഇഞ്ചുറീസ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതേപോലെ ഡെബ്രീസും അതേപോലെ ഈ ക്ലസ്റ്റർ വാർഹെഡുകളുമാണ് വന്ന് പതിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇറാനും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇറാനിനുള്ളിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തുന്ന ആക്രമണത്തിനെ ഒരിക്കലും ഇസ്രായേലിന്റെ മേളിൽ വന്ന് പതിക്കുന്ന ഒരു മിസൈലുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്പർ 1 അതാദ്യം മനസ്സിലാക്കിക്കോണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഭീകരവാദം എന്ന് പറയുന്നത് ഒരു റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി മനസ്സിലാക്കാതെ ഇതിനെ ഒരു റിലീജിയസ് ഫണ്ടമെന്റലിസ്റ്റ് യുദ്ധങ്ങളായിട്ടാണ് ഇതിനെ ചേരിതിരിച്ച് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആൾക്കാർ നോക്കിക്കാണുന്നത്. അങ്ങനെയാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈവൻ ദോ പ്രത്യേകിച്ച് മതപ്രീണനം നടത്തുന്ന ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ചേരിതിരിവ് കൊണ്ട് നടക്കുന്നത്. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നുണ്ട്. ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തന്നെ ഈ തീവ്ര നിലപാടുള്ള ഇറാൻ പിന്തുണയ്ക്കുന്ന പ്രോക്സികളെ തള്ളിപ്പറയുന്നുണ്ട്. ഇവർക്കറിയാത്ത വിഷയമാണോ കേരളത്തിലുള്ളവർ പഠിച്ചു വെച്ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തിലുള്ളവർക്ക് കുറച്ച് പ്രത്യേക സ്വഭാവമുണ്ട്. ആ സ്വഭാവമാണ് ഇപ്പം നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നത്. കാരണം ഇറാൻ എന്ന് പറയുന്നത് ഈ പ്രോക്സികളെ പ്രോത്സാഹിപ്പിക്കുന്ന തീവ്രവാദ നിലപാടുള്ള മതഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മത തീവ്രവാദത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് തന്നെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അതിൽ യാതൊരു തർക്കവുമില്ല. ഇന്ത്യയുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട്, ഇറാനിന് പല രാജ്യങ്ങളുമായിട്ടും ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട്. കാരണം ജിയോ പൊളിറ്റിക്സിൽ ഒരു രാജ്യം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ആ സ്ഥാനം, അതിന് ജിയോ പൊളിറ്റിക്സിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം അതുവഴി പല രാജ്യങ്ങൾക്കും ചരക്ക് നീക്കം നടത്തേണ്ടതുണ്ട്, കച്ചവടം നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ ഐഡിയോളജിയാണ് ശരി എന്നുള്ള നിലപാടല്ല എടുക്കേണ്ടത്. കാരണം ഇറാൻ്റെ ഐഡിയോളജി അട്ടർ ഫ്ലോപ്പ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇൻഫാക്റ്റ് ഇറാനിയൻസിന് തന്നെ ഈ ഐഡിയോളജിയുമായിട്ട് താല്പര്യമില്ല. ഇറാൻ്റെ ഉള്ളിലുള്ള ഒരു കൂട്ടം ആൾക്കാർക്ക് തന്നെ ഈ ഐഡിയോളജി IRGCയെ താല്പര്യമില്ല. ഈ കേരളത്തിലുള്ളവർ ശരിക്കും IRGCയുടെ കീഴിലല്ലല്ലോ ഇവർ താമസിക്കുന്നത്. ഇവർ ശരിക്കും ഇറാനിൽ പോയിട്ട് IRGCയുടെ കീഴിൽ ഇവർ താമസിക്കുന്നെങ്കിൽ ഇവർക്ക് എന്താണ് IRGC എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അല്ലാതെ കേരളത്തിൽ നിന്നുകൊണ്ട് IRGCയെ ആശയപരമായിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മോറൽ സപ്പോർട്ട് എന്നുള്ള പേരിൽ മതത്തിൻ്റെ ഒറ്റൊരു പ്രിവിലേജ് മാത്രം വെച്ചുകൊണ്ട് ഈ IRGCയെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ട് നിങ്ങളുടെ നിലപാടെന്താണ്? IRGC ശരിക്കും ഒരു ഷിയ സംഘടനയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ മിഡിൽ ഈസ്റ്റിലുള്ള സുന്നി രാജ്യങ്ങളുമായിട്ട് നിങ്ങളുടെ നിലപാടെന്താണ്? കാരണം നമ്മളെ കമൻറ്റ് ബോക്സിൽ തന്നെ കമൻറ്റ് ഇടുന്ന സഹോദരങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ നിലപാടെന്താണ്? അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇറാനിയൻ പൗരൻ്റെ അടുത്തെങ്കിലും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? ആരടുത്തെങ്കിലും നിങ്ങൾ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഇറാനിയൻസിൻ്റെ അടുത്ത്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത്. കേരളത്തിൽ തന്നെ ഒരുപാട് കുട്ടികൾ മതം ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഇത്തരം പഴഞ്ചൻ സാധനങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഘോര വാദിച്ചുകൊണ്ട് അതാണ് എല്ലാം എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെയും കൂടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വാദങ്ങൾ നിരത്തുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫാക്ട് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഫാക്ട് ശരിക്കും അവർ കിലോമീറ്റർ കണക്കിൽ
ആക്രമണം നടത്താൻ വേണ്ടിയിട്ടുള്ള മിസൈലുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അവരുടെ കയ്യിൽ 4000 കിലോമീറ്റർ അല്ല 5000 കിലോമീറ്റർ ബിയോണ്ട് ദ ലെവൽ അമേരിക്ക വരെ പോയി അടിക്കാനുള്ള മിസൈൽ അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ അറ്റാക്ക് ചെയ്യുന്നത്. അതിന് കാരണമുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അവർ പാർലമെന്റിന്റെ ഉള്ളിൽ ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്ന് നിരന്തരം വിളിച്ചു കൂയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അത് ഓപ്പൺ ആയിട്ട് അവരുടെ TV-യിൽ പരസ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാരുമാണ്. അവന് തീർച്ചയായിട്ടും അവരൊന്ന് അടിക്കുമല്ലോ. പിന്നെ അതിനകത്ത് കിടന്നിട്ട് മതമാണ്, ചക്കരയാണ്, തേനാണെന്നൊക്കെ പറഞ്ഞൊരു കാര്യമില്ല. ഞാൻ ഇത്രയും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നമ്മളുടെ നാട്ടിൽ വളരെ മാന്യമായിട്ട് കാര്യങ്ങൾ കാണുന്ന, സ്ട്രേറ്റ് ഫോർവേഡായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. ഇറസ്പെക്റ്റീവ് ഓഫ് എനി റിലീജിയൻ. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ ജിയോ പൊളിറ്റിക്സ് നോക്കുമ്പോഴത്തേക്കും മതത്തിന് അതീതമായിട്ടാണ് ഇതിനെ നോക്കി കാണേണ്ടത്. ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇന്ത്യ നേരിടുന്ന പ്രശ്നം എന്താണ്? തീവ്രവാദമാണ്. അതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? പാകിസ്ഥാന്റെ സൈഡിൽ നിന്ന് വരുന്ന ഭീകരവാദത്തിനെ കുറിച്ച് ആർക്കെങ്കിലും തർക്കമുണ്ടോ? പഹൽഗാമിൽ റിലീജിയൻ ഐഡന്റിറ്റി ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആണുങ്ങളെ മാത്രം തെരഞ്ഞുപിടിച്ച് വധിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തർക്കമുണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹ്യൂമാനിറ്റി, അത് നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് നമ്മൾ മൃഗങ്ങളെ നായാടി ജീവിച്ചുകൊണ്ടിരുന്ന സൊസൈറ്റിയാണ്. ആ സൊസൈറ്റി ഇപ്പം വല്ലാതെ പുരോഗമിച്ചിട്ടുണ്ട്. ഇന്ന് നായാടാൻ പോയി കഴിഞ്ഞാൽ പിടിച്ച് ജയിലിലിടും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഏജിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ തിരിച്ചറിവ് നമ്മൾ എല്ലാവർക്കും ആവശ്യമാണ്. അപ്പോൾ എന്തായാലും ഞാനിത് പൊതുവേ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഈ മതവികാരം വല്ലാതെ വ്രണപ്പെടുന്നുണ്ട് ഈ ഇറാൻ ഇസ്രായേൽ വിഷയത്തിൽ. അതിൻ്റെ ആവശ്യമില്ല. ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ആവശ്യമില്ല, ഇറാൻ്റെ കാര്യത്തിൽ ആവശ്യമില്ല. അതാണ് പറയാനുള്ളത്. ലെബനന്റെ ഉള്ളിൽ ഇന്നലെ ഹെസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 1029 പേര് ഇതുവരെയുള്ള കാഷ്വാലിറ്റി ലെബനന്റെ ഉള്ളിൽ. ഇതാണ് കാഷ്വാലിറ്റിയുടെ ചാർട്ട്. ഇത് കഴിഞ്ഞ ഒരു 10-15 ദിവസം കൊണ്ട്, ഇത് കഴിഞ്ഞൊരു 10-15 ദിവസത്തിൽ ഉണ്ടായ കാഷ്വാലിറ്റിയാണ്. പക്ഷേ അതേസമയം നെക്സ്റ്റ് 1 വീക്ക് യുദ്ധം ഇതുപോലെ നീണ്ടു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? വല്ലാത്ത അവസ്ഥയാണ്. എല്ലാ രാജ്യങ്ങളിലും പ്രഷർ മൗണ്ട് ആവും. ഈ പ്രഷർ മൗണ്ട് ആകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന സംഗതി എന്താണ്? യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നമ്മളുടെ പക്കൽ എത്രത്തോളം സ്റ്റോക്ക് പൈൽസ് ഉണ്ട്, നമ്മുടെ അടുത്ത് എത്രമാത്രം സ്റ്റോക്ക് ഉണ്ടോ, ഫുഡ് ആയിക്കോട്ടെ, അതേപോലെ ഗ്യാസ് ആയിക്കോട്ടെ, ഫ്യൂവൽസ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ എത്ര സ്റ്റോക്ക് ഉണ്ടോ അത് നമ്മൾ ഉപയോഗിക്കും. അത് കുറച്ചായിട്ട് ഉപയോഗിച്ച് കുറച്ച് നാൾ പിടിച്ചു വയ്ക്കും. പക്ഷെ അടുത്ത ഒരാഴ്ചയോടുകൂടി പല രാജ്യങ്ങളും എംറ്റി ആവുകയാണ്. അത് ഗ്യാസ് ആയിക്കോട്ടെ, അത് ഓയിൽ ആയിക്കോട്ടെ, ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, ഇത്തരത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഷോർട്ടേജ് വരാൻ പോവുകയാണ് അടുത്ത 1 വീക്കിൽ. പല രാജ്യങ്ങളിലും ഇത് റിപ്പോർട്ട് ചെയ്യും. ഇത് റിപ്പോർട്ട് ചെയ്യുന്നതോടുകൂടി അമേരിക്കയ്ക്ക് നല്ല രീതിയിലുള്ള പ്രഷർ ഉണ്ടാവും. പ്രഷർ ഉണ്ടാകുന്നത് മാത്രമല്ല, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും നല്ല രീതിയിലുള്ള പ്രഷർ ഇടും. അതിനുള്ളിൽ ഇറാന്റെ റെജീമിനെ എത്രത്തോളം വീക്കൻ ചെയ്യാൻ കഴിയും എന്നുള്ളതിലാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആ ഒരു പോയിന്റ് ഉള്ളത്. ഈ വരാൻ പോകുന്ന 1 വീക്ക് ഇത് വളരെ നിർണായകമായിട്ടൊരു വീക്കാണ്. ഈ വീക്കിൽ തീരുമാനിക്കണം യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണോ അവസാനിപ്പിക്കണോ എന്നുള്ളത്. അപ്പം അങ്ങനെ അഥവാ അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഇറാന്റെ IRGC റെജീമിനെ എത്രമാത്രം വീക്കൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും എയിം. ആ ഡയറക്ഷനിലേക്കാണ് അവർ യുദ്ധം നയിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മിസൈലുകൾ തുരിതരായി ഇറാൻ വിടുന്നുണ്ട്. അത് പല സ്ഥലങ്ങളിൽ വീഴും. അത് മെയിൻ സ്ട്രീം മീഡിയയിൽ നല്ല ഹൈപ്പോട് കൂടി എയർ ചെയ്യപ്പെടും. അതൊക്കെ നടക്കും. പിന്നെ യുദ്ധം എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാഷ്വാലിറ്റി വരുമല്ലോ, അത് സ്വാഭാവികമാണ്. അത് ഇസ്രായേൽ ആയിക്കോട്ടെ, അതേപോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ ഇറാൻ ആയിക്കോട്ടെ. ഇറാനിലാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 8000 കാഷ്വാലിറ്റീസ് ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്, ഇൻക്ലൂഡിങ് IRGC മെമ്പേഴ്സ് ഉൾപ്പെടെ. പക്ഷേ ഇറാൻ ഒഫീഷ്യലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും 1444 എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ കണക്കിൽ അത്രയേ ഉള്ളൂ. പിന്നെ യുദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈലുകൾ വീഴുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ ഈ മിസൈലുകൾ പ്രതീക്ഷിക്കാതെയോ അല്ലെങ്കിൽ ഈ മിസൈലുകൾ വരുമെന്നുള്ളത് തിരിച്ചറിവില്ലാതെയോ ഇസ്രായേൽ യുദ്ധത്തിന് പോയതല്ല. തീർച്ചയായിട്ടും ഇസ്രായേലും അമേരിക്കയും കരുതിക്കൂട്ടി തന്നെയാണ് ഈ യുദ്ധം മുന്നോട്ട് നീക്കുന്നത്. ഇതിലിപ്പം എണ്ണ കമ്പനികളുടെ കണക്ക് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റഷ്യൻ എണ്ണയ്ക്കുള്ള വിലക്ക് നീക്കിയിട്ടുണ്ടെങ്കിലും ഈ റഷ്യക്കുള്ളിലും അമേരിക്കൻ കമ്പനികളുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഹെക്സോൺ മൊബൈൽ പോലത്തെ കമ്പനികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ മിഡിൽ ഈസ്റ്റ് മേഖലയിലായിക്കോട്ടെ, യൂറോപ്പിൽ, ഇറ്റലിയിലായിക്കോട്ടെ, ഇറാഖിലായിക്കോട്ടെ, ഇവിടെ എല്ലാം തന്നെ ഹെക്സോൺ മൊബൈൽ എന്ന് പറഞ്ഞ കമ്പനിയാണ് സപ്ലൈ നടത്തുന്നത്. അപ്പം ഈ എണ്ണ വില ഉയർന്നത് കൊണ്ട് അമേരിക്കയ്ക്ക് ഒരു സൈഡിൽ ലാഭവും കൂടി കിട്ടുന്നുണ്ട്. അതും കൂടി നമ്മൾ ഇതിനകത്ത് കൗണ്ട് ചെയ്യണം. ലാഭക്കണക്ക് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് സംസാരിക്കാം. ഇതൊക്കെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഹെസ്ബുള്ളയുടെ നോർത്ത് കമാൻഡ് യൂണിറ്റിലെ ചീഫായിട്ടുള്ള അബു ഖലീൽ ബാർജി എലിമിനേറ്റഡ്. വഹീദ് മുഹമ്മദ് ദിയാബ്, ഈ വ്യക്തി ഫൈനാൻഷ്യൽ ഡീലിങ്സ് നടത്തുന്ന വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഹമാസിന് ജുദയ സമാരിയയിലും അതുപോലെ തന്നെ സിറിയ ലെബനന്റെ ഉള്ളിൽ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന വ്യക്തിയാണ് പറഞ്ഞ ഈ വലീദ് മുഹമ്മദ് ദിയാബ് എന്ന് പറഞ്ഞ വ്യക്തി. ഈ വഹീദ് മുഹമ്മദും എലിമിനേറ്റഡ് ആണ്.
റഷ്യ ഉക്രൈൻ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സെബ്രോഷേഷ്യ ലാസ്റ്റ് 1 വീക്ക് റഷ്യ സെബ്രോഷേഷ്യയിൽ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഡ്രോൺ മാത്രം റഷ്യ ഉക്രൈനിലേക്ക് അയച്ചത് 1550 ഡ്രോണുകൾ അയച്ചിട്ടുണ്ട്. 1260 ഗൈഡഡ് ഏരിയൽ ബോംബ് യൂസ് ചെയ്തിട്ടുണ്ട് റഷ്യ. തകർത്ത് വെച്ചുള്ള ആക്രമണമാണ്, തകർത്ത് വെച്ചുള്ള ആക്രമണം. ഇതിൽ 10% ഉക്രൈൻ്റെ ഉള്ളിൽ ഹാർഡായിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ അയച്ച മിസൈലുകളിൽ. ബാക്കിയുള്ളതൊക്കെ ഉക്രൈൻ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഉക്രൈൻ്റെ വാദം. പക്ഷേ ഫൂട്ടേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പല സ്ഥലങ്ങളിലും മിസൈലുകൾ പതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പല ഏരിയകളിലും റെസ്ക്യൂ വർക്ക് തകൃതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഉക്രൈൻ്റെ ഉള്ളിൽ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.